തന്നെയായിരിക്കും ആംബുലൻസ് പാർക്കിംഗ് അവൈലബിൾ ഏരിയ. Then well marked proper lighting and signs. അതിന്റെ ആ ഒരു ലുക്ക് എങ്ങനെയായിരിക്കും? വെൽ മാർക്ക്ഡ് ആയിരിക്കും അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള വെൽ മാർക്ക് ചെയ്തിട്ടുണ്ടായ സൈനുകളും പ്രോപ്പർ ലൈറ്റും സൈനുകളൊക്കെ അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മള് കാഷ്വാലിറ്റി എന്ന് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാഷ്വാലിറ്റി എവിടെയാണെന്നുള്ളത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്നല്ലെങ്കിൽ അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? നല്ല ലൈറ്റനിങ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റനിങ് ആയിരിക്കും. കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന വലിയ അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നല്ല രീതിയിലായിരിക്കും ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. Then easily visible and accessible from the streets. Easily visible and accessible from the streets. ഇതിനെങ്ങനെയായിരിക്കും ലൊക്കേഷൻ വരുന്നത്? Easily visible and accessible from the streets. പോയോ എല്ലാവരും? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എങ്ങനെയാണ്? ഈസിലി വിസിബിൾ ആയിരിക്കും അല്ലെ? സ്ട്രീറ്റ്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് വളരെ വിസിബിൾ ആയിരിക്കും, ഈസിലി ആയിട്ട് വിസിബിൾ ആയിരിക്കും, ആക്സസിബിൾ ആയിരിക്കും. Then close to medical records department. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഏറ്റവും അടുത്തും ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? എലവേറ്റേഴ്സ്. എലവേറ്റേഴ്സ് എന്താണ്? ലിഫ്റ്റുകൾ അല്ലെ? ലിഫ്റ്റ്. Then radiology laboratory. Reduced operational cost and critical time. എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അടുത്തുമായിരിക്കും. പിന്നെ എന്താണ്? ലിഫ്റ്റിംഗ് സൗകര്യം ഉണ്ടായിരിക്കും. റേഡിയോളജി ലബോറട്ടറി ഒക്കെ എന്താണ്? തൊട്ടടുത്ത് തന്നെയായിരിക്കും. ഇതൊക്കെ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം അല്ലെ? ടൈം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ അടുത്തടുത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത്? Located on the ground floor. Located on the ground floor. Separate entrance or emergency entrance away from main entrance. പിന്നെന്തൊക്കെയാണ്? ആംബുലൻസ് പാർക്കിംഗ് ഏരിയ should be available. Well marked proper lighting and signs. Easily visible and accessible from the streets. Then close to medical records department. Elevators, radiology laboratory. Reduced operational costs and critical time. അപ്പോൾ ഇഡിയുടെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈസിലി ആക്സസിബിൾ ആവുന്ന തരത്തിലായിരിക്കും ഒരു കാഷ്വാലിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ലൊക്കേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഇനി ഇഡിയുടെ ഡിസൈൻ നോക്കാം. ഡിസൈൻ. Entrance to the emergency department should be sheltered to protect ambulance patients from the weather by unloading. ഏത് രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്? Entrance to the emergency department should be sheltered to protect ambulance patients from weather while unloading. എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക? അതിലും ഷെൽട്ടേർഡ് ആണെങ്കിൽ നല്ല രീതിയിൽ ആ പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലെ? മറ്റ് വെതർ കണ്ടീഷൻസോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ തന്നെ പേഷ്യൻസിനെ അൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എൻട്രൻസിൽ തന്നെ എന്തായിരിക്കും? പ്രൊട്ടക്ട് രീതിയിലായിരിക്കും അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പേഷ്യൻസിന്റെ ആംബുലൻസിൽ നിന്ന് കയറ്റുന്ന കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്ന സമയത്ത് എന്താണ്? വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മറ്റു വെതറിംഗ് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ എന്താണ്? പ്രോപ്പർ ആയിട്ട് ആളെ അൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Adequate reserved parking space. Adequate reserved parking space for ambulance and cars of patients.
adequate reserved parkings ഉണ്ടായിരിക്കും അല്ലെ, ആംബുലൻസ് പേഷ്യൻസിന്റെ കാർസും ആംബുലൻസസ് ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് adequate ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള സ്പേസസുകൾ ഉണ്ടായിരിക്കും, സ്പേസസ് റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. Then adequate space for accommodating structures. എന്താ പറയുന്നത്? adequate space for accommodating structures. എന്തിനാണ് adequate spaces? സ്ട്രക്ചേഴ്സുകൾ അല്ലെ, സ്ട്രക്ചേഴ്സുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടും adequate ആയിട്ടുള്ള സ്പേസസ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മള് കാഷ്വാലിറ്റി ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കണ്ടിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതായിട്ടില്ലേ. Then ramps for wheelchairs and pedestrian access in case of raised platform. adequate എന്ന് വെച്ചാൽ സാമാന്യമായിട്ടുള്ള ഒരു സ്പേസ് കേട്ടോ, ആവശ്യത്തിന് അനുസരിച്ചുള്ള സ്പേസുകൾ ഉണ്ട്. Ramps for wheelchairs and pedestrian access in case of raised platform. റാംസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാത അല്ലെ, വീൽചെയർസും അതുപോലെ തന്നെ പെഡസ്ട്രിയൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? പെഡസ്ട്രിയൻ ആരാണ്? വഴി കാൽനടക്കാർ അല്ലെ, പെഡസ്ട്രിയൻസ്. ഓക്കെ, അപ്പൊ അവർ വീൽചെയർസിന് അതുപോലെ തന്നെ പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ട് പ്രത്യേക റാംസ്, പ്രത്യേകമായിട്ടുള്ള അവർക്ക് നടപ്പാതകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആ രീതിയിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പാത റാംസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, വീൽ ചെയറിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല, വീൽ ചെയർ കൊണ്ടുപോകുന്നതിനായിട്ട് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് സ്പേസ് ഉണ്ടായിരിക്കും. ദെൻ നടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും അവിടെ. രണ്ട് രീതിയിലും സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അറിയാലോ നമുക്ക്. ഓക്കെ, എങ്ങനെയാണ് എൻട്രൻസ് ഡിസൈൻ? എങ്ങനെയാണ്? Entrance to the emergency department should be sheltered, protect ambulance patients from weather while unloading. Patientsനെ അൺലോഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഷെൽട്ടേർഡ് ആയിട്ടായിരിക്കും അവരെ ആംബുലൻസിൽ നിന്നും ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുക. Then adequate ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസസ് ആംബുലൻസിലും പേഷ്യന്റ് കാർസിലും ഒക്കെ ഉണ്ടായിരിക്കും. Then സ്ട്രക്ചേഴ്സ് അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? adequate സ്പേസ് ഉണ്ടായിരിക്കും, ആവശ്യത്തിനനുസരിച്ചുള്ള സ്പേസസ് ഉണ്ടായിരിക്കും. Then ramps for wheelchairs. വീൽചെയർസ് പോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക വഴി, പ്രത്യേക പാത ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പെഡസ്ട്രിയൻസ് കാൽനടക യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ്? പ്രത്യേക രീതിയിലുള്ള റാംസും അവിടെ സ്റ്റെപ്സോ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലായിരിക്കും കാഷ്വാലിറ്റിയുടെ മെയിൻ എൻട്രൻസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. ഇനി ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ തരത്തിലുള്ള സ്പേസസ് ആണ്, ഏതൊക്കെ രീതിയിലാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. രണ്ട് ടൈപ്സിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫങ്ഷണൽ ഏരിയാസും ഒന്ന് അതർ ഏരിയാസും. കേട്ടോ, എമർജൻസി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് രണ്ട് രീതിയിലാണ് അത് എന്താ അതിന്റെ സ്പേസസ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫങ്ഷണൽ ഏരിയാസും രണ്ടാമത്തേത് അതർ ഏരിയാസും. നമുക്ക് ഫങ്ഷണൽ ഏരിയാസില് എന്തൊക്കെയാണ് നോക്കാം? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. ഫങ്ഷണൽ ഏരിയാസിൽ എന്താണ്? ആംബുലൻസിന്റെ എൻട്രൻസ് സ്പേസ് ഉണ്ടായിരിക്കും ഫങ്ഷണൽ ഏരിയാസില്. Then reception, triage, waiting areas. Reception, triage, waiting areas ഉണ്ടായിരിക്കും. Triage എന്താണ്? അത്രയും പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ഭാഗമാണ് എന്താ? ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത പോർഷൻസിലൊക്കെ പറയും, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കേട്ടോ. അപ്പൊ ആംബുലൻസ് എൻട്രൻസ് ഉണ്ടായിരിക്കും, റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടായിരിക്കും.
അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. റീസസിയേഷൻ ഏരിയ എന്താണ് പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള സുഹൈന എന്താ മെസ്സേജ് അയച്ചത്? റൈറ്റ് റോങ് കൊടുക്കണ്ടേന്നോ? എന്താണോ? ഓക്കെ. Acute treatment area of non-ambulance patients. Then consultation area, staff workstations. എന്ന് ടിക്ക് കൊടുക്കാനല്ല, ഫങ്ഷണൽ ഏരിയാസിന് പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്നും ടിക്ക് ചെയ്യാനൊന്നുമില്ല, അതങ്ങനെ കൊടുത്തിരിക്കുന്നത് ബുള്ളറ്റിൻ പോലെ. ഓക്കെ, ഫങ്ഷണൽ ഏരിയാസിൽ എന്തൊക്കെയാണ് വരുന്നത്? ആംബുലൻസ്, ambulatory entrance, reception, triage waiting areas, administrative area, resuscitation area, acute treatment area of non-ambulant patients. Acute treatment എന്ന് പറഞ്ഞാൽ നോൺ എമർജൻസി കേസസ് അല്ലാതെ നോർമലി വരുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കില്ലേ, ആക്സിഡൻസ് ഒന്നും അല്ലാതെ വരുന്ന പേഷ്യൻസ് ആണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിൽ കൊടുക്കുന്നത്. കൺസൾട്ടേഷൻ ഏരിയ ഉണ്ടായിരിക്കും. സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് ആയിരിക്കും ഫങ്ഷണൽ ഏരിയാസിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അതർ ഏരിയാസിൽ എന്തൊക്കെ വരും? ഒന്ന് നോക്കി, ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയാണ് കേട്ടോ, പ്രവർത്തന മേഖലയാണ്. ഫങ്ഷണൽ ഏരിയാസ് ഉദ്ദേശിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ഏരിയാസിലാണ്, പ്രവർത്തന മേഖലകള്. ഫങ്ഷണലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഏരിയാസിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, അതേഴ്സ് ഏരിയാസ് മറ്റുള്ളവയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്രൊസീജിയർ റൂം ഉണ്ടായിരിക്കും, പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, pharmacy or drug preparation, isolation rooms, decontamination area, storage, clean and dirty utility, linen room, mobile equipment bay like trolley, wheelchairs, etc., mobile extra equipment bay, cleaners room. Okay, അതേഴ്സ് ഏരിയാസിൽ എന്തൊക്കെ വരുന്നു? പ്രൊസീജിയർ റൂം പോലെ അല്ലേ, എന്തെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, ഇപ്പോ ഡ്രസ്സിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് പ്രൊസീജിയേഴ്സ് റൂം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒടിവോ ചതവോ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചാൽ ഒരു പ്രൊസീജിയർ റൂം ഉണ്ടായിരിക്കും. സോറി, അത് ചെയ്യുന്ന റൂം ഉണ്ടായിരിക്കും. പ്ലാസ്റ്റർ ഇടുന്ന റൂം ഉണ്ടായിരിക്കും, പ്ലാസ്റ്റർ റൂം ഉണ്ടായിരിക്കും അല്ലെ. ഒടിവോ ചതവോ ഒക്കെ ഉണ്ടായ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്ലാസ്റ്റർ റൂം ഉണ്ടായിരിക്കും. ഫാർമസിയോ ഡ്രഗ് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഫാർമസി ഉണ്ടായിരിക്കും, അടുത്തടുത്ത് തന്നെയായിട്ട് ഒരു ഫാർമസി ഉണ്ടായിരിക്കും. ചില ഹോസ്പിറ്റലുകൾ അങ്ങനെയാണ്, സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ഫാർമസി ഉണ്ടായിരിക്കും. ഐസൊലേഷൻ റൂംസ് എന്തായിരിക്കും? ഐസൊലേഷൻ റൂംസിന്റെ പ്രത്യേകത, ഐസൊലേഷൻ റൂംസ് എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? സെപ്പറേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലേ? അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ കൊറോണ നിപ്പയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു ഐസൊലേറ്റഡ് റൂം ഉണ്ടായിരുന്നു, മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പകരാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ഐസൊലേഷൻ റൂംസ് എവിടെ ഉണ്ടായിരിക്കും? കാഷ്വാലിറ്റി ഏരിയസ് ഉണ്ടായിരിക്കും. യെസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉള്ളവർക്ക്, വെരി ഗുഡ്, അങ്ങനെയുള്ളവർക്ക് എന്താണ് ഐസൊലേഷൻ ആവശ്യമാണ് അല്ലെ. ഡീകൺടാമിനേഷൻ ഏരിയാസ്, ഡീകൺടാമിനേഷൻ ഏരിയ എന്താണ്? അണുവിമുക്തമാക്കുന്ന പ്രദേശങ്ങൾ, അങ്ങനത്തെ ഒരു എന്താണ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഏരിയാസ് ഉണ്ടായിരിക്കും. സ്റ്റോറേജ് അല്ലെ, സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്യുപ്മെന്റ്സും മറ്റ് സപ്ലൈസ് ഒക്കെ സ്റ്റോറേജ് വെക്കുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി, ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി എന്താണ് പ്രത്യേകത? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്?
ക്ലീനിങ് ഏരിയ അല്ലെ, ഡർട്ടി യൂട്ടിലിറ്റി ഏരിയാസുകളാണ്. അവിടെ എന്തൊക്കെയായിരിക്കും? ഡർട്ടി റൂമിൽ ഉപയോഗിച്ച കഞ്ഞികൾ, മറ്റ് ഉപയോഗിച്ച വസ്തുക്കളൊക്കെ എന്താണ് മാറ്റുന്ന ഒരു സ്പേസ് ആണ് ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സിറഞ്ചസ്, ബാൻഡേജസ്, മറ്റ് കോട്ടൺസ്, മറ്റ് ആവശ്യ സ്ഥാപനങ്ങളൊക്കെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മാറ്റുന്ന ഏരിയാസ് ആണ് എന്ത്? ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ഓക്കെ, ലിനൻ റൂം. ലിനൻ റൂം എന്തിനാണ്? പേഷ്യൻസിന്റെ ബെഡ്ഷീറ്റ്സ്, ക്ലോത്ത്സ് അല്ലെ, ഒരു അതൊക്കെ സൂക്ഷിക്കുന്ന പില്ലോ കവേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂംസ് ആണ് എന്താ? ലിനൻ റൂംസ്. മൊബൈൽ എക്വിപ്മെന്റ് ബേസ് അല്ലെ, ബേകൾ ഉണ്ടായിരിക്കും, ട്രോളി ബേ അല്ലെ, ട്രോളി ബേ ഉണ്ടായിരിക്കും, വീൽ ചെയർസ് ഉണ്ടായിരിക്കും, അതൊക്കെ സൂക്ഷിക്കുന്ന സ്പേസ് ഉണ്ടായിരിക്കും. മൊബൈൽ എക്സ്റേ എക്വിപ്മെന്റ് ബേ. മൊബൈൽ എക്സ്റേ എക്വിപ്മെന്റ് ബേ എന്തിനാണ്? മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളായിരിക്കും അല്ലെ, മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏരിയ ആയിരിക്കുന്നത് മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ്. പോർട്ടബിൾ എക്സ്റേ ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേസ്. ക്ലീനേഴ്സ് റൂംസ് അറിയാലോ, ക്ലീനേഴ്സ് റൂംസ് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം എന്താണ് പേഷ്യൻസിന്റെ എല്ലാ സാധനങ്ങളൊക്കെ ഡിസിൻഫെക്ട് ചെയ്യുന്ന ഏരിയാസ് ആണ് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അതർ ഏരിയാസിൽ വരുന്നത്? പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, ഫാർമസി പ്രിപ്പറേഷൻ, ഐസൊലേഷൻ റൂം, decontamination areas, storage, clean and dirty utility, linen room, mobile equipment base like trolley, wheelchair, etc. Then mobile X-ray equipment bay, cleaners room. Okay. ഇതാണ് മേജർ ആയിട്ടുള്ള സ്പേസസ്. മേജർ സ്പേസ് ഡിറ്റർമിനേറ്റ്സ് ഫോർ പ്ലാനിങ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും ഏരിയാസുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുന്ന. ഫങ്ഷണൽ ഏരിയാസും വരുന്നുണ്ട്, അതില് അതർ ഏരിയാസും വരുന്നുണ്ട്. ഓക്കെ, ഫങ്ഷണൽ ഏരിയാസിലാണ് കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഫങ്ഷണൽ ഏരിയാസിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നത് ഫങ്ഷണൽ ഏരിയ ആണ്. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് ഒക്കെ ഉൾപ്പെടുന്നത് ഏതിലാണ്? ഫങ്ഷണൽ ഏരിയാസിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, പേഷ്യന്റ് ഫ്ലോ നോക്കാം. പേഷ്യന്റ് ഫ്ലോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ രീതിയിലാണ് പേഷ്യൻസിന്റെ ഫ്ലോ വരുന്നത്? പ്രധാനമായും 5 രീതിയിലാണ് അത് വരുന്നത്. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീവാലുവേഷൻ, ഡിസ്ചാർജ്. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീവാലുവേഷൻ, ഡിസ്ചാർജ്. എവിടെ പോകണം എല്ലാവരും? 87 പേരായല്ലോ. ക്ലാസ്സിൽ എനിക്ക് പോകണുണ്ടോ? Triage. Triage എന്താണ്? All patients should be triaged through a single point. Aim of triage is to sort patients for providing optimum care consistent with their medical need and ensuring efficient utilization of available resources. ഇവിടെ ഉണ്ട് കുറെ പേര് പോയല്ലോ. നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് ആയി പോകുമ്പോൾ എനിക്ക് കാണാം 86 ആയി. കുറച്ച് പേര് പോയിട്ടുണ്ട്. ഓക്കെ, എന്താണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്? ഓൾ പേഷ്യൻസ് ഷുഡ് ബി ട്രയേജ് ടു എ സിംഗിൾ പോയിന്റ്. എന്താണ്? അതായത് ഒരു ഗുരുതരാവസ്ഥയിലുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ
അവരെ പെട്ടെന്ന് കൊണ്ടുവരുന്ന സമയത്താണ് ട്രയേജ് ഏരിയയിലാണ് അല്ലെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന ഒരു പ്രക്രിയയാണ് ട്രയേജിൽ കൊടുക്കുന്നത്. All patients should be tried through a single point. Aim of triage. Triageന്റെ aim എന്ന് പറഞ്ഞാൽ എന്താണ്? സോർട്ട് ചെയ്യാം അല്ലെ പേഷ്യൻസിനെ സോർട്ട് ചെയ്യാം. പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്ന എന്തിനാണ്? sort patients for providing optimum care അല്ലെ അവർക്ക് പ്രത്യേക കെയർ കൊടുക്കുന്നവരാണെങ്കിൽ എന്താണ് ഒപ്റ്റിമം കെയർ കൊടുക്കുന്നവരാണെങ്കിൽ അവരെ സോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറ്റും. their medical need and ensuring efficient utilization of available resources. അവർക്ക് പ്രത്യേക രീതിയിലുള്ള എമർജൻസി കേസസ് ആണെങ്കിൽ അവർക്ക് പ്രത്യേക രീതിയിലുള്ള ഒപ്റ്റിമം കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ യൂട്ടിലൈസേഷൻ ഉള്ള ഒരു ഏരിയാസിലേക്ക് റിസോഴ്സസ് അവൈലബിൾ ആകുന്ന രീതിയിലാണ് എന്താ ട്രയേജ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് സോർട്ട് ചെയ്തത് പേഷ്യൻസിനെ. ഓക്കെ, അപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പലതരത്തിലുള്ള പേഷ്യൻസ് വരും, ഡിഫറെന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അപ്പൊ അവരില് ഇപ്പൊ ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് കുറച്ചുകൂടി കാർഡിയാക് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. ഒപ്റ്റിമം കെയർ ഇടയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആവുന്ന രീതിയിലുള്ളതായിരിക്കും എന്താ ട്രയേജ് ഏരിയയിൽ അവരെ ആദ്യം കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അതിനെയാണ് അങ്ങനെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസ് ഉള്ള ആ ഒരു ഭാഗമാണ് ഒരു ഏരിയ ആണ് എന്താ ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും പാട്ട് പാടാൻ അറിയുന്നവരുണ്ടോ? ഇല്ല, ഞങ്ങൾ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഓടിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. വേണ്ടെങ്കിൽ വേണ്ട. മിസ് പാടൊന്നും വേണ്ട, എന്നിട്ട് അവിടെ കംപ്ലൈന്റ് അവിടെ. ഓക്കെ, എന്താണ് ട്രയേജ് ഏരിയയുടെ പ്രത്യേകത? നമുക്ക് വേറൊരു അവസരത്തിൽ പാടാം, ഇനിയിപ്പോ വേണ്ട. ആദ്യം ചോദിച്ചപ്പോ ആരും കിട്ടിയില്ലല്ലോ. All patients should be triaged through a single point. എന്തിനാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്? ട്രയേജ് ഏരിയയുടെ പ്രത്യേകത എന്താണ്? പേഷ്യൻസിന് ഒപ്റ്റിമം കെയർ കൊടുക്കുന്നതിന് അല്ലെ, പേഷ്യൻസിനെ സോർട്ട് ചെയ്തിട്ട് അവർക്ക് ഒപ്റ്റിമം കെയർ കൊടുക്കുന്ന കേസസ് ആണെങ്കിൽ എന്താണ് അവിടെ ഗുരുതരാവസ്ഥയിലാണെന്ന് വരുന്ന പേഷ്യൻസിന് എന്താണ് ആവശ്യത്തിലധികം റിസോഴ്സസ് അവൈലബിൾ ആക്കുന്ന രീതിയിലായിരിക്കും എന്താ ട്രയേജ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മിനി. ഇനി റിസപ്ഷൻ ആണോ? ശരി, എന്നാ പാട്ട് പാടണ്ട. റിസപ്ഷൻ അടുത്ത ഫംഗ്ഷൻ ആണ് എന്ത്? റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. ക്ലോസ് ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. ട്രയേജ് ഏരിയ തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്തുണ്ടായിരിക്കുക? റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കുക. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ recorded by the clerical staff. ഇനി ഗുരുതരാവസ്ഥ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് റിസപ്ഷനിലാണ് പേഷ്യൻസിന്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്ലറിക്കൽ സ്റ്റാഫുകളായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ക്ലറിക്കൽ സ്റ്റാഫുകളായിരിക്കും എന്ത് പേഷ്യൻസിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു സമയത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിരിക്കും നോക്കുന്നത് അല്ലെ. എത്രയും പെട്ടെന്നായിരിക്കും ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യുന്നത്. A new medical record is either raised or the old one retrieved. എന്താണ്? A new medical record is either raised or the old one retrieved. റിസപ്ഷൻ ഏരിയയിൽ എന്തുണ്ടായിരിക്കും? അവിടെ ഓൾറെഡി അവിടെ പേഷ്യന്റ് കാണുന്ന ആളാണെങ്കിൽ ആളുടെ ഓൾഡ് റെക്കോർഡ്സ് അവിടെ ഉണ്ടായിരിക്കും അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സിൽ
പഴയ റെക്കോർഡ്സുകൾ ആളുടെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്താണ് പുതിയ റെക്കോർഡിന്റെ അവിടെ ആവശ്യം വരില്ല. അപ്പൊ പഴയ റെക്കോർഡ്സിൽ എന്തായിരിക്കും അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് നോക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം റിസപ്ഷൻ ഏരിയാസിൽ നിന്നായിരിക്കും നമുക്ക് ഇത്തരം രജിസ്റ്റർ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഓക്കെ, ട്രയേജ് ഏരിയയോട് തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്താ റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കുക. ദെൻ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും ആഫ്റ്റർ triage patients details record by the clerical staff. Clerical staff ആയിരിക്കും ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ. Then old one retrieved. A new medical record is either raised or the old one retrieved. അപ്പോൾ triage areas കഴിഞ്ഞു, റിസപ്ഷൻ. അടുത്ത എന്താണ് ട്രീറ്റ്മെന്റ് ഏരിയ. എങ്ങനെയായിരിക്കും അവിടെ ട്രീറ്റ്മെന്റ് ചികിത്സാരീതി എങ്ങനെയായിരിക്കും? Patients may be directed to resuscitation area. പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് റീസസിയേഷൻ ഏരിയാസിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ റീസസിയേഷൻ ഏരിയയിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനാണെങ്കിൽ അവർ അങ്ങനെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്താണ് നോൺ എമർജൻസി ആയിരിക്കും, അല്ലെങ്കിലും നോൺ എമർജൻസി ഉള്ള പേഷ്യൻസ് ആയിരിക്കും അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിൽ വരുന്നത്. കൺസൾട്ടേഷൻ ഫാസ്റ്റ് ട്രാക്ക് ഏരിയ ഉണ്ടായിരിക്കും. കൺസൾട്ടേഷനും അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ഏരിയാസും കൂടെ അവിടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്ത് ചികിത്സ നടത്തുന്ന സമയത്ത് ഉണ്ടായിരിക്കും. മെഡിക്കൽ ഇമാജിംഗ് എന്താണ് എക്സ്റേ, സ്കാനർ, MRI തുടങ്ങിയ ആ മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസ് ഉള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. Then waiting area, then emergency treatment is initiated. ട്രീറ്റ്മെന്റ് ഏത് രീതിയിലൊക്കെയാണ്? പേഷ്യൻസ് മേ ബി ഡയറക്റ്റഡ് ടു റീസസിയേഷൻ ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ ഫാസ്റ്റ് ട്രാക്ക് ഏരിയ, മെഡിക്കൽ ഇമാജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയ, then emergency treatment is initiated. ഓക്കെ, ട്രീറ്റ്മെന്റ് ഈ ഒരു രീതിയിലായിരിക്കും, ഇത്തരം ഏരിയാസിലായിരിക്കും അതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പേഷ്യന്റിനെ എന്താണ് റീവാലുവേറ്റ് ചെയ്യും. റീവാലുവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റീവാലുവേഷൻ ആൻഡ് ED എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആണ് ED ഫിസിഷ്യൻ എന്നിവിടെ പറയുന്നത് അല്ലെ. അവരെ റീവാലുവേറ്റ് ചെയ്യല്ലേ, ഒന്നുകൂടി അവരെ പുനഃപരിശോധന ചെയ്യും. Will evaluate patient condition after treatment and assess test result because the result may give them additional insight into the type of treatment they need. അപ്പൊ പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് ശേഷം എന്താണ് ഒന്നും കൂടി റീചെക്ക് ചെയ്യും അല്ലെ. റീചെക്ക് ചെയ്തിട്ട് എന്താണ് ആളുടെ കണ്ടീഷൻസ് നോക്കിയിട്ട് അഡീഷണൽ ആയിട്ട് ആൾക്ക് എന്തെങ്കിലും ഇനി ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് അത് നിർദ്ദേശിക്കുകയും അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഫിഫ്ത്ത് പൊസിഷൻ ആണ് എന്താ? ഡിസ്ചാർജിങ് പൊസിഷൻ. എങ്ങനെയാണ്? based on treatment patient to be removed after stabilization. പേഷ്യന്റിനെ എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? based on treatment patient to be removed stabilization. പേഷ്യന്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം എന്താണ് ആ പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. Okay. All patients receive written home care instructions to follow when discharged. അല്ലെ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്വീകരിച്ചതിന് ശേഷം എന്താണ് അവര് വീട്ടിലേക്ക് തിരിച്ചുവിടുന്നു. Then referral can be made based on facilities of hospital and patient condition if needed. എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും ആള് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത് അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള റെഫറൻസസ് അല്ലെങ്കിൽ മറ്റു ഫെസിലിറ്റീസിലോ മറ്റു ഹോസ്പിറ്റലിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പൊ തന്നെ ആ പേഷ്യന്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്താണ് അപ്പൊ തന്നെ അവരെ ഡിസ്ചാർജ് ചിലപ്പോൾ ചോദിച്ചു വാങ്ങുന്നവരുണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു കാഷ്വാലിറ്റിയിലായിരിക്കും, പക്ഷെ അവരുടെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തന്നെ ചിലപ്പോ മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ അവർ ഡോക്ടറൊന്ന് റെഫർ ചെയ്യാൻ പറയും അല്ലെ, റെഫർ ചെയ്ത് തരാൻ പറയും മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നവരുണ്ട് അല്ലേ. യെസ്,
ഈ 5 രീതിയിലാണ് പ്രധാനമായിട്ടും എന്താ പേഷ്യന്റ് ഫ്ലോസ് എന്ന് പറയുന്നത്. എമർജൻസി ഒരു കാഷ്വാലിറ്റിയിലേക്ക് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന് അതെന്താണ് ട്രയലേജ് ഏരിയാസിലേക്ക് കൊണ്ടുവന്ന ആളെ സോർട്ട് ചെയ്തതിനു ശേഷം അവർ ഡിവൈഡ് ചെയ്യും അല്ലെ. ഇപ്പൊ ഒരുപാട് പേര് ചിലപ്പോൾ ആക്സിഡന്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ എന്നുള്ള അവസ്ഥയിലുള്ള പേഷ്യൻസിനെ സോർട്ട് ചെയ്തതിനു ശേഷം അവർക്ക് പ്രോപ്പർ കെയർ അല്ലെ ഒപ്റ്റിമം കെയർ കൊടുക്കാനുള്ള റിസോഴ്സസ് അവൈലബിൾ ആവുന്ന ഒരു ഏരിയ ആണ് എന്താ ട്രയലേജ് ഏരിയ എന്ന് പറയുന്നത്. അവരിലേക്ക് മാറ്റി അവർക്ക് വേണ്ട പ്രത്യേക ചികിത്സകൾ കൊടുക്കും. പിന്നെ വരുന്നതാണ് അതിന് തൊട്ടടുത്ത് തന്നെ റിസപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ എന്താണ് ട്രയലേജ് ഏരിയയുടെ ഏറ്റവും തൊട്ടടുത്ത് തന്നെയായിരിക്കും റിസപ്ഷൻ ഏരിയ. ദെൻ പേഷ്യൻസിന്റെ എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ക്ലറിക്കൽ സ്റ്റാഫുകളായിരിക്കും. പിന്നെ എന്താണ് ഓൾഡ് വൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റെസ്റ്റോർ അതർ ഓൾഡ് വൺ റിട്രെയിൻഡ്. അവിടെ നേരത്തെ അവിടെ കാണിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവരുടെ പഴയ മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് ആളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. പിന്നെ ട്രീറ്റ്മെന്റ് ഏരിയ ഏതൊക്കെ ഏരിയ ആയിരിക്കും ട്രീറ്റ്മെന്റിൽ വരുന്നത്? റിസസിയേഷൻ ഏരിയ, അക്യൂട്ട് ഏരിയ, consultation fast track area, medical imaging or waiting area, emergency treatment is initiated. ഇങ്ങനെ പോയിക്കോട്ടോ, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയിക്കോ. Then revaluation. Revaluation ചെയ്യുന്നത് ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആയിരിക്കും അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആയിരിക്കും. അതായത് ആളായിരിക്കും എന്താ ഫസ്റ്റ് എയ്ഡ് ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് അല്ലെ. പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് എമർജൻസി ഫിസിഷ്യൻ ആയിരിക്കും എന്താണ് ആൾക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. ആളെ അതുമായി ബന്ധപ്പെട്ട ആളുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ട്രീറ്റ്മെന്റ് ആവശ്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരെ വിടുന്നു. ദെൻ അതിനുശേഷമാണ് എന്താ പേഷ്യന്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റേബിൾ ആണെങ്കിൽ ആളെ എന്ത് ചെയ്യുന്നു ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുക അല്ലെങ്കിൽ പേഷ്യന്റിന്റെ വാർഡിലേക്ക് മാറ്റുന്നോ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നെങ്കിൽ അങ്ങനെ മാറ്റും. ഓക്കെ, എമർജൻസി ഏരിയയിൽ നിന്നായിരിക്കും ആള് ചിലപ്പോൾ എന്താണ് അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ് ചില പേഷ്യൻസിന് ചിലപ്പോ എന്താണ് റിസീവ് റിട്ടേൺ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് ടു ഫോളോ വെൻ ഡിസ്ചാർജ്. എന്താണ് ചില പേഷ്യൻസിന് ചിലപ്പോൾ വീട്ടിലേക്ക് എന്താണ് വിടാറില്ല. എന്താണ് അവരുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ മാത്രമായിരിക്കും അവരെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ മാത്രം ചിലപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആളെ റെഫർ ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലവരെന്താണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസിന് ഒന്നിലെ റിലേറ്റീവ്സ് ആരെങ്കിലും തന്നെ എന്താണ് നോർമലി അത് ഡിസ്ചാർജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മാറി പോവുകയും ചെയ്യുന്നു. ഓക്കെ, രണ്ട് കണ്ടീഷൻസും അവിടെ വരാം. ഒന്നിലേക്ക് ഹോസ്പിറ്റലായിട്ട് തന്നെ മറ്റു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് റിലേറ്റീവ്സും മറ്റാരെങ്കിലും ചോദിച്ചിട്ട് ഡിസ്ചാർജ് ആണ്. ഒരു കാഷ്വാലിറ്റിയിൽ പ്രധാനമായി ഈ രീതിയിലായിരിക്കും അവിടുത്തെ പേഷ്യന്റ് ഫ്ലോസ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് നോക്കിയേ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് ആരൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സസിൽ വരുന്നത്? CMO, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ് ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ആളാണ് ആരാ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. CMO അവിടെ ഷോർട്ടാക്കി എഴുതി വെച്ചോട്ടോ. CMO, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. അയാളാണ് ഹെഡ് എന്ന് പറയുന്നത് കേട്ടോ. പുള്ളിയാണ് അദ്ദേഹമാണ് എന്ത്
കാഷ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ്. CMO. എക്സാമിന് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്യാം കേട്ടോ. എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. പിന്നെന്താണ്, നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാലും തന്നെ എന്താണ്, നമുക്ക് മറ്റ് ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഡോക്ടേഴ്സിനെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആവശ്യം വെച്ചാൽ. Then RN with trained EMT at triage section. RN with trained EMT. RN ആരാണ്? രജിസ്ട്രേർഡ് നഴ്സ്. രജിസ്ട്രേർഡ് നഴ്സ് ആരാണ്? കംപ്ലീറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ് ആരാ? രജിസ്ട്രേർഡ് നഴ്സ് എന്ന് പറയുന്നത്. രജിസ്ട്രേർഡ് നഴ്സ് വിത്ത് EMT. EMT എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. EMT ആരാണ്? EMT പറഞ്ഞേ. EMT ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. EMT ആരാണ് പിള്ളേരെ? നമ്മൾ ആംബുലൻസിൽ പഠിച്ചില്ലേ, ക്രൂ മെമ്പേഴ്സിൽ പഠിച്ചില്ലേ, EMT ആരാണ്? EMT ആരാണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എല്ലാ ദിവസവും പഠിക്കാറുണ്ട് അല്ലേ? ഓക്കെ. രജിസ്റ്റേർഡ് നഴ്സ് വിത്ത് ട്രെയിൻ EMT. രജിസ്റ്റേർഡ് നഴ്സും ഉണ്ടായിരിക്കും, EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസും ഉണ്ടായിരിക്കും. സ്കിൽഡ് നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും അല്ലെ. സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. പേഷ്യൻസ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് അല്ലെ. പേഷ്യന്റ് കെയർ അസിസ്റ്റൻസുകളും എക്സിക്യൂട്ടീവ്സുകളും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സിൽ ഉൾപ്പെടുത്തുകയാണ്. ആരൊക്കെയാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, മറ്റ് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും അല്ലെ. മറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും. രജിസ്റ്റേർഡ് നഴ്സും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും. സ്കിൽഡ് നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, അത്തരം വർക്ക് ഫോഴ്സ് ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കും രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. രജിസ്ട്രേഷൻ ക്ലർക്ക് എന്ന് പഠിച്ചാലും മതി കേട്ടോ. രജിസ്ട്രേഷൻ ക്ലർക്ക് എന്ന് നോക്കിയാൽ മതി. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ ആരൊക്കെയാണ്? അപ്പോ മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കും രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. ഓക്കെ, വളരെ ഓക്കെ. ഇപ്പൊ പറഞ്ഞ രണ്ട് ഭാഗം ക്ലിയർ ആണോ? വർക്ക് ഫോഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്തൊക്കെ റെക്കോർഡ്സുകളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിലുള്ളത്? അതും കൂടി നോക്കിയേ. ഇതും കൂടി എടുക്കട്ടെ. പേഷ്യന്റ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. പേഷ്യൻസിന്റെ പേര്, ഏജ്, അഡ്രസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന പേഷ്യന്റ് റെക്കോർഡ്സുകൾ, മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ഉണ്ടായിരിക്കും അല്ലെ. ഏതെങ്കിലും എമർജൻസി കേസസിൽ പേഷ്യൻസ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ് ഉണ്ടായിരിക്കും. അറിയാലോ. റെഫറൽ റെക്കോർഡ്സ്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് റെഫറൽ റെക്കോർഡ്സ് ആവശ്യമായിട്ടുള്ളത്, അതുണ്ടായിരിക്കും. ട്രീറ്റ്മെന്റ് റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്, പ്രസന്റ് കണ്ടീഷൻസ് വരെ ഏതൊക്കെ കാര്യങ്ങൾ കൊടുത്ത് ഏതൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ്.
മൈനർ OT റെക്കോർഡ്സ്. മൈനർ OT റെക്കോർഡ്സ് എന്താണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ അല്ലെ, OT എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലെ റെക്കോർഡ്സ്. ഓക്കെ. Then incident report forms and register. അല്ലെ, ഏതാണ് ഇൻസിഡന്റ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഫോംസും രജിസ്റ്ററും കാര്യങ്ങളും അടങ്ങുന്ന ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കും. അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് ഓൾ കാറ്റഗറി ഓഫ് സ്റ്റാഫ്. അല്ലെ, സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഓൾ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. ഡ്യൂട്ടി ഡോക്ടേഴ്സിനും സ്പെഷ്യലിസ്റ്റിനും വേണ്ടിയിട്ടുള്ള എന്താണ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. അവർക്ക് സൈൻ ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള പ്രത്യേക രജിസ്റ്റർ ഉണ്ടായിരിക്കും. Then all documents. All documents എന്തൊക്കെ ഉൾപ്പെടുന്നു? അഡ്മിഷൻ കാർഡ്, പേഷ്യന്റിന്റെ കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്സ്, ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചാർട്ട്സുകൾ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്, അതൊക്കെയാണ് ഓൾ ഡോക്യുമെന്റ്സിൽ ഉൾപ്പെടുന്നത്. അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. ഇനി MLC റെക്കോർഡ്സ്. MLC റെക്കോർഡ്സ് എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ്. കേട്ടോ, MLC എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിക്കോ ലീഗൽ കേസസ്. MLC record എന്താണ്? MLC record with all the diagnostic and investigation result and kept under lock and key under CMO casualty. എന്തിനാണ് MLC റെക്കോർഡ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്സിഡൻസ് കേസസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട റിസൾട്ട്സുകളൊക്കെ രേഖപ്പെടുത്തുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്? MLC മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. MLC മെഡിക്കോ ലീഗൽ കേസസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ആരുടെ അണ്ടറിലാണ് വരുന്നത്? CMO അല്ലെ. CMO ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അദ്ദേഹമാണ് അത് കീപ്പ് ചെയ്യുന്നത്. അദ്ദേഹമാണ് MLC റെക്കോർഡ്സുകള്. CMO ആണ് കാഷ്വാലിറ്റിയിൽ അത് കീപ്പ് ചെയ്യുന്നത്. കേട്ടോ. ഇനി മെഡിക്കൽ ലീഗൽ കേസസ് ലൈക്ക് ആക്സിഡന്റ് ആൻഡ് ട്രോമ, assault, rape, poisoning, unconscious, brought death should be stamped as MLC. എന്താണ് മെഡിക്കൽ ലീഗൽ കേസസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അണ്ടർലൈൻ ചെയ്ത് പോണേ. ആക്സിഡന്റ്, ലൈഫ് ആൻഡ് ട്രോമ, ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസോ ആഘാതങ്ങളോ, അല്ലെങ്കിൽ അസ്വാൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? അസ്വാൾട്ട് എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങള് അല്ലെ, അക്രമങ്ങള്, റേപ്പ്, പീഡനങ്ങള്, ദെൻ പോയ്സണിങ്, എന്തെങ്കിലും തരത്തിലുള്ള പോയ്സണിങ്, കെമിക്കലോ അല്ലെങ്കിൽ മറ്റെന്തുമായി ബന്ധപ്പെട്ട് വരുന്ന പോയ്സണിങ്, ദെൻ അൺകോൺഷ്യസ്നെസ്, അബോധാവസ്ഥയിലാണ് കേസസുകൾ. അത്തരം കാര്യങ്ങളൊക്കെ എന്താണ്? MLCയിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ മെഡിക്കോ ലീഗൽ കേസസുകളാണ്. അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. ഓക്കെ. ട്രോമ, അസോൾട്ട്, റേപ്പ്, പോയ്സണിങ്, അൺകോൺഷ്യസ്നെസ്, ബ്രോഡ് ഡെത്ത് ഷുഡ് ബി സ്റ്റാമ്പ് ആസ് MLC. അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊക്കെ അതൊക്കെ എന്താണ്? MLCയിൽ റെക്കോർഡഡ് ആയിരിക്കും. ദെൻ പോലീസ് ഇന്റിമേഷൻ ബുക്ക് ഉണ്ടായിരിക്കും. പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്തിനാണ്? പോലീസ് ഇന്റിമേഷൻ എന്തിനു വേണ്ടിയാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്? ട്രോമ എന്താണെന്നാണോ ചോദിച്ചത് ജസീല? ട്രോമ എന്ന് വെച്ചാൽ എന്തെങ്കിലും ആഘാതം സംഭവിക്കാൻ വേണ്ടി പറയില്ലേന്നോ? ഓക്കെ. പോലീസിന്റെ ഇന്റിമേഷൻ ബുക്ക് എന്താണ്? ഏതെങ്കിലും മെഡിക്കൽ ലീഗൽ കേസസ് ഉണ്ടെങ്കിൽ അതായത് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ആ പോലീസ് ഇന്റിമേഷൻ ബുക്സിലായിരിക്കും അത് രജിസ്റ്റർ ചെയ്യുന്നത്. യെസ്, സൂയിസൈഡ് കേസുകൾ അല്ലെ, ആത്മഹത്യാ ശ്രമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രൈംസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പോലീസ് ഇന്റിമേഷൻ ബുക്ക് റെക്കോർഡ്സിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. ഓക്കെ. അപ്പൊ എന്തൊക്കെ റെക്കോർഡ്സുകളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? സൂക്ഷിച്ചു വെക്കുന്ന എന്തൊക്കെയാണ് പറഞ്ഞേ?
പറഞ്ഞേ. അതിര ആദ്യം ഒന്ന് പറഞ്ഞേ. അതിര പറഞ്ഞു പോയാ മതി. അതിര പറഞ്ഞോളൂ. പറയടോ. എടോ മൈക്രോഫോൺ ഓണാണ്, പറഞ്ഞോ. ഓക്കെ, വേണ്ട. ജസീല എന്ന് പറഞ്ഞേ. Patient record, casualty death register, observation and follow-up record, referral record, treatment record, minor OT records, മൈനർ OT റെക്കോർഡ്സ് എന്താണ്? മൈനർ OT റെക്കോർഡ്സ് operation theater, incident report forms and register, attendance register of all categories of staff, register of duty doctors, specialists, etc. All documents. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വരുന്നത്? Admission card, case sheet, drug charts, death certificate forms. Okay. MLC record with all the diagnostics and investigation result and kept under look and key under CMO casualty. Lock and key under. Okay. Medico-legal case like accident and trauma, assault, rape, poisoning, unconscious, brought death. That should be stamped as MLC. Police Intimation. book. Yes, very good. Okay, clear ആണോ അത് നിങ്ങൾക്ക് ഇവിടം വരെ? Yes, okay. ക്ലിയർ ആണല്ലോ? ഇനി ചെയ്തോളൂ. താങ്ക് യു. ലെഫ്റ്റ് ചെയ്തോളൂ കേട്ടോ. മാം നാളെ എക്സാം ഉണ്ടോ? നാളെ എക്സാമോ? ആ ഇങ്ങനെ എന്റെ അകത്ത് കണ്ടു 4-ാം തീയതി എക്സാമോ സ്റ്റാർട്ട് ആവുന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചേ ആയിട്ടുള്ളൂ. ഓക്കെ ഏത് ക്ലാസ് ആണ് നോട്ട് ചെയ്യണം കേട്ടോ. നോക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ.